Hello friends, welcome to Are We There Yet? Calgary to Vancouver Island road trip സീരീസിൻ്റെ ഡേ 1-ലാണ് ഇന്ന് നമ്മൾ. രാവിലെ 4:30-ക്കാണ് ഞങ്ങൾ കാൽഗറിയിൽ നിന്നും വാൻകൂവറിലേക്ക് ഈ റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. സോ സ്റ്റേ ട്യൂൺ, ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് സ്റ്റോപ്പ് കാംലൂപ്സ് BC. റവൽസ്റ്റോക്കിൽ നിന്നും കാംലൂപ്സിലേക്ക് 2 hours 30 minutes ആണ്. ഇവിടെ ഞങ്ങൾ ഒരു 30-40 മിനിറ്റ് ലഞ്ച് ബ്രേക്ക് എടുത്തു. അങ്ങനെ ബൈ 6 o'clock ഞങ്ങൾ വാൻകൂവറിലെത്തി. കാംലൂപ്സിൽ നിന്നും വാൻകൂവറിലേക്ക് 3 hours ഡ്രൈവ് ആണുള്ളത്. അപ്പോൾ ഞങ്ങൾ രാവിലെ കാൽഗറിയിൽ നിന്നും 4:30-ക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. വൈകിട്ട് ഒരു 6 മണിയായപ്പോൾ വാൻകൂവറിലെത്തി. അപ്പോൾ ഡേ 2 ഇൻ വാൻകൂവർ. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഗ്രോസ് മൗണ്ടൻ. ഗ്രോസ് മൗണ്ടൻ ഡൗൺ ടൗണിൽ നിന്നും 15 minutes ആണ് ഡ്രൈവ് ഉള്ളത്. ഇത് വാൻകൂവറിൻ്റെ ഒരു പോപ്പുലർ അട്രാക്ഷനുകളിൽ ഒന്നാണ്. നിങ്ങളിപ്പോൾ കാണുന്നതാണ് സ്കൈ റൈഡ്. ഈ പാർക്കിംഗ് ലോട്ടിൽ നിന്നും മുകളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഈ ട്രാം യൂസ് ചെയ്യാം. ഇത് നോർത്ത് അമേരിക്കയുടെ ലാർജസ്റ്റ് ഏരിയൽ ട്രാംവേ സിസ്റ്റമാണ്.
പാർക്കിംഗ് ലോട്ടിൽ നിന്നും ഗ്രോസ് മൗണ്ടനിലേക്ക് വരാൻ നമുക്ക് സ്കൈ റൈഡ് യൂസ് ചെയ്യാം. എന്നാൽ വേറൊരു ഓപ്ഷൻ ഹൈക്ക് ചെയ്ത് വരാം എന്നുള്ളതാണ്. ഇതൊരു 3 കിലോമീറ്റർ ഹൈക്കാണ്. 2800 ഫീറ്റ് എലിവേഷൻ, ആവറേജ് ടൈം 2 hours ആണ്. ഈ ഹൈക്കിൻ്റെ പേരാണ് ഗ്രോസ് ഗ്രൈൻഡ്. എന്നാൽ താഴേക്ക് പോകാൻ സ്കൈ റൈഡ് മാത്രമാണ് ഒരു ഓപ്ഷൻ. ഞങ്ങൾ ഫസ്റ്റ് ചെയ്ത ആക്ടിവിറ്റി ഔൾ ടോക്ക്. ഇതൊരു 20 minutes ഇൻറ്ററാക്റ്റീവ് സെഷനാണ്. നെക്സ്റ്റ് ഇസ് ബെയർ ഷോ. മൗണ്ടൻ അഡ്മിഷനിൽ ഈ ആക്ടിവിറ്റിയും ഇൻക്ലൂഡഡ് ആണ്. ഗ്രോസ് മൗണ്ടൻ ഒരു വൈൽഡ് ലൈഫ് റെഫ്യൂജ് സെൻറ്റർ കൂടിയാണ്. അതുകൊണ്ട് ഇവിടെ 2 ഗ്രിസ്ലി ബെയർസ് ആണുള്ളത്, ഗ്രൈൻഡർ ആൻഡ് കൂല. പിന്നെ ഒരു റേഞ്ചർ ടോക്ക് ഉണ്ട് 10 minutes. നമുക്ക് ഈ ബെയർസിനെയൊക്കെ വളരെ അടുത്ത് കാണാൻ പറ്റും. ഇവിടെ ഒരു 20 minutes നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള സംഭവമൊക്കെ ഉണ്ട്. നെക്സ്റ്റ് ഇസ് വേൾഡ് ഫേമസ് ലംബർജാക്ക് ഷോ. ഇതൊരു 30 minutes ഫുൾ ഓൺ എൻ്റർടൈൻമെൻറ്റ് ഷോ ആണ്. മൗണ്ടൻ അഡ്മിഷനിൽ ഇൻക്ലൂഡഡ് ആണ് ഈ ഷോയും. നെക്സ്റ്റ് ഇസ് പീക്ക് ചെയർ ലിഫ്റ്റ്. ഇവിടെ നിന്നും ഒരു 4100 ഫീറ്റിലേക്കാണ് പോകുന്നത്. അതിനാണ് ഈ ചെയർ ലിഫ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇതിന് ചില ഹൈറ്റ് സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. 1 meter ആണ് റിക്വയർഡ് ഹൈറ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ചെറിയ കുട്ടികളുള്ളവരൊക്കെ ഈ കാര്യം നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാണാൻ കഴിയും പുറകിൽ ഒരു ഹ്യൂജ് വിൻഡ് ടർബൈൻ. ഇതിൻ്റെ പേരാണ് ഐ ഓഫ് ദ വിൻഡ്. ഇതിലൊരു എലിവേറ്റർ ഉണ്ട്. നമുക്ക് അതുവഴി മുകളിലെത്താം. അവിടെ ഒരു ഒബ്സർവേറ്ററി ഡെക്ക് ഉണ്ട്. അതിലൊരു 360 വ്യൂ ഓഫ് വാൻകൂവർ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ കോവിഡ് കാരണം ഇത് ക്ലോസ്ഡ് ആയിരുന്നു. ഞങ്ങൾക്ക് അതുകൊണ്ട് മുകളിൽ പോകാൻ പറ്റിയില്ല. ഗ്രോസ് മൗണ്ടൻ കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് പോയത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്ഥലത്തേക്കാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.